मोहतरम व मुकर्रम खुलफा इकराम व उलमा इज़ाम और मेरे अजीज बुजुर्गों और साथियों, अल्लाह तबारक व तआला का हम पर बड़ा करम, फजल और उसका एहसान है कि उसने हम आसी पुरमासी गुनहगार बंदों को अल्लाह अपने हबीब दो आलम के आका इमामुल अंबिया अहमद मुश्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ अज़ीम अता फरमाया। अल्हम्दुलिल्लाह। വന്ദ്യരായ ഖുലഫാ നേതാക്കളെ, പ്രഗത്ഭരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിമഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മെ അവന്റെ ഹബീബും ഇരുലോക നേതാവുമായ ബഹുമാനപ്പെട്ട അഹമ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ। मजीद करम किया परवरदिगार ने हम गुनहगार बंदों पर अपने हबीब के उम्मत के साथ ही साथ अल्लाह ने हमें अपने महबूबीन अहलुल्लाह से हमें निस्बतें अता फरमाई और उनसे वाबस्ता होकर अल्लाह ने हमें एक अनमोल मौका व तौफीक अता फरमाया। ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് സാധുക്കളായ നമ്മെ കൊണ്ടുവന്നതിനോടൊപ്പം അല്ലാഹു തആല അവന്റെ മഹബൂബീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ ബന്ധം കൊണ്ടും അവരുടെ സഹവാസം കൊണ്ടും നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ। और आज अल्लाह ताला हम और आपको अपने हबीब इमाम अल-अंबिया मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का जिक्र करने की दुरूद शरीफ के सालाना महफिल में हम गुनहगारों को जमा होने की अल्लाह ने तौफीक अता फरमाई। और आज इस दुरूद शरीफ की सालाना महफिल के ज़िमन में आज एक अल्लाह के बंदे की याद में भी अल्लाह ताला हम सबों को यहाँ पर जमा किया। अल्लाह से हम सबों की दुआ है कि इस महफिल को कबूल फरमा और हम सबों से तू राजी हो जा, हम सबों को तुझको राजी करने की तौफीक अता फरमा। ബഹുമാനികളെ, അല്ലാഹുവിന്റെ മെഹബൂബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയിൽ സംഘടിപ്പിക്കപ്പെടുന്ന സലാത്ത് സദസ്സിന്റെ വാർഷിക പരിപാടിയിൽ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഒരു പ്രത്യേകക്കാരനായ അടിമയെ സ്മരിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം ഏവരെയും അവന്റെ ഫളൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അല്ലാഹു തആല ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അടിമകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. हाज़रीन इकराम, अल्लाह तबारक व तआला हज़्ज़ा हजार मखलूक़ात को इस दुनिया में पैदा किया। उसमें से अल्लाह ताला हजरत इंसान को भी अल्लाह ने पैदा किया। इंसान को पैदा करने के बाद अल्लाह तबारक व तआला वो इंसान की हिदायत और रहनुमाई के लिए, अपने मंशा को बतलाने के लिए, अपने मर्जी व कानून को समझाने के लिए, आगाह करवाने के लिए वक्तन फवक्तन जब भी इंसानों को जब जरूरत महसूस हुई, अल्लाह ताला उस वक्त अपने सहाइफ को नाजिल किया
उसी के साथ साथ अपने अंबिया को भी अल्लाह ताला इस दुनिया में मबूस करता गया। बिलखुसूस हजरत इंसान में से अल्लाह ताला हम गुनहगारों को अल्लाह ताला अपने हबीब मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उम्मत में भी अल्लाह ने हमें पैदा किया है। ബഹുമാനികളെ, ലോകത്ത് അല്ലാഹു തആല 80,000-ൽ പരം ഇനങ്ങൾ സൃഷ്ടികളെ സൃഷ്ടിച്ചു. ആ സൃഷ്ടികളുടെ കൂട്ടത്തില് മനുഷ്യവിഭാഗമായ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കൊണ്ടുവന്നു. മനുഷ്യരായ നമ്മെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ബോധ്യപ്പെടുത്തി തരാനും അള്ളാഹുവിന്റെ താൽപര്യങ്ങൾ മനസ്സിലാക്കി തരാനും സന്മാർഗ പാന്താവിലൂടെ ചലിക്കുന്നവരാക്കി നമ്മളെ മാറ്റുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കളെ, മുർസലീങ്ങളെ മനുഷ്യരായ നമ്മിലേക്ക് യാത്രയാക്കി നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥങ്ങൾ, കിതാബുകളും സഹീഫകളും ഇറക്കി നമ്മുടെ മാർഗദർശനത്തിന് ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു തആല ഉറപ്പുവരുത്തി. അതേ മനുഷ്യകൂട്ടത്തില് പ്രത്യേകിച്ച് സാധുക്കളായ നമ്മെ അമ്പിയാക്കളുടെ എല്ലാം നേതാവായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകിക്കൊണ്ട് അവരുടെ സമുദായികളായി നമ്മയൊക്കെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. हमारे लिए, हमारी हिदायत के लिए अल्लाह तबारक व तआला किताब भी नाजिल किया, तो कुरान मजीद को अल्लाह ने नाजिल किया, और हमारी हिदायत व रहनुमाई के लिए हमको अगर नबी भी अता किया तो इमामुल अंबिया मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को अल्लाह ने अता फरमाया, ताकि हम अल्लाह के कामिल मंशा को जान सके, पहचान सके, अल्लाह के मर्जी कानून के मुताबिक जिंदगी बसर कर सके. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി നമുക്ക് ഗ്രന്ഥമിറക്കി തന്നപ്പോൾ ഏറ്റവും ഉന്നതമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു. നമുക്ക് വഴികാട്ടിയായി പ്രവാചകരെ അല്ലാഹു തആല നിശ്ചയിച്ചപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചത്. എന്തിനു വേണ്ടി? നാം അല്ലാഹുവിന്റെ താൽപര്യങ്ങളെ മനസ്സിലാക്കുന്നവരും അല്ലാഹുവിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരും അല്ലാഹുവിന്റെ വ്യവസ്ഥയനുസരിച്ച് അവന്റെ താൽപര്യമനുസരിച്ച് എല്ലാ നിലക്കും ജീവിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉന്നത ഗുണങ്ങൾ നൽകി നാം ഏവരെയും അനുഗ്രഹിച്ചത്. जब अल्लाह ताला ऐसी किताब जब हम गुनहगारों को अता किया, ऐसा नबी जब अल्लाह ताला हमारे किस्मत में ऐसी उम्मत जब लिखा है, तो हम मुहासबा करें, गौर व फिक्र करें, अल्लाह की मर्जी क्या है, मंशा क्या है, कानून क्या है, क्या मैं उस मर्जी और मंशा के मुताबिक मैं जिंदगी गुजार रहा हूं या नहीं गुजार रहा हूं, क्या मैं कामयाब जिंदगी गुजार रहा हूं या नुकसान वाली जिंदगी गुजार रहा हूं. अगर हम मुहासबा करेंगे, अल्लाह ताला जरूर हम पर फजल फरमाएगा. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഉന്നതമായ ഒരു ഗ്രന്ഥം, കിതാബിന്റെ അവകാശികളായി നമ്മെ മാറ്റുകയും ഇത്രയും ഉന്നതരായ നബിയുടെ ഉമ്മത്തികളാകാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമ്മുടെയൊക്കെ മുഖദ്ദറിൽ എഴുതുകയും ചെയ്തപ്പോൾ നാം ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ആലോചിക്കാൻ തയ്യാറാകേണ്ടതാണ്. അല്ലാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അതിനെ പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വ്യവസ്ഥകളെ, അല്ലാഹുവിന്റെ താൽപര്യങ്ങളെ, അല്ലാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായി നാം മാറിയിട്ടുണ്ടോ? ഈ രംഗത്ത് വിജയം കരസ്ഥമാക്കിയ ആളുകളുടെ കൂട്ടത്തിലാണോ നാം ഉള്ളത്, അതല്ല പരാജിതരുടെ കൂട്ടത്തിലാണോ നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഫലപ്രദമായിരിക്കുന്നതാണ്. अल्लाह की नजर में कामयाबी क्या है, हमारी नजर में कामयाबी क्या है, अल्लाह की नजर में खसारा क्या है, हमारी नजर में खसारा क्या है. अगर हम इसको समझेंगे
तो इंशाअल्लाह अल्लाह ताला हम सबों को सीधे रास्ते पर गामजन फरमाएगा। നമ്മുടെ കാഴ്ചപ്പാടിൽ വിജയമെന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ വിജയമെന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? നമ്മുടെ കാഴ്ചപ്പാടിൽ പരാജയമെന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ പരാജയമെന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? ഈ വസ്തുത നാം മനസ്സിലാക്കുകയാണെങ്കിൽ സൽപാന്താവ് പ്രാപിക്കൽ നമുക്ക് വളരെ എളുപ്പമായി മാറുന്നതാണ്. अल्लाह जो सीधा रास्ता जो हमको बतला रहा है, कामयाब शख्स के बारे में जो बयान कर रहा है, आज हम उससे नावाकिफ, आज हम किसको कामयाब समझ रहे हैं? आज दौरे हाजिर का मुसलमान या उर्फ आम में कामयाब शख्स वो है जिसके पास दौलत है, नाकाम शख्स, खसारे वाला शख्स वो है जिसके पास दौलत नहीं है। ബഹുമാനികളെ, നാം അഥവാ അല്ലാഹു തആല കാണിച്ചു തന്ന ഈ ചൊവ്വായ മാർഗം, ഈ മാർഗത്തിലൂടെ ചലിക്കുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചതായ ആളുകളെ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? പരാജയപ്പെട്ട ആളുകളെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എന്നാൽ ഇന്ന് നമ്മുടെ ചിന്താഗതിയിൽ, മുസൽമാൻ അവന്റെ ചിന്താഗതിയിൽ, പൊതുവെ നമ്മുടെയൊക്കെ സംസാര ഭാഷയിൽ ആരെക്കുറിച്ചാണ് വിജയിച്ച വ്യക്തികൾ എന്ന് നാം പറയാറുള്ളത്? ആരെക്കുറിച്ചാണ് പരാജയപ്പെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളത്? നമ്മളെ ഭാഷയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പൊതുവെ പ്രയോഗത്തിൽ ആരാണോ സമ്പന്നരെങ്കിൽ അവരാണ് വിജയിച്ചവർ, ആരാണ് ദാരിദ്ര്യ ജീവിതം നയിക്കുന്നെങ്കിൽ അവരൊക്കെ പരാജയപ്പെട്ടവരായിട്ടാണ് നാം കണക്കാക്കുന്നത്. जो अमीर है वो कामयाब है, जो गरीब है वो नाकाम है, जो सेहतमंद है वो कामयाब है, और जो बीमार है आज की नजर में वो नाकाम है. ആരാണോ പണക്കാരൻ അവൻ വിജയിച്ചവനാണ്, ആരുടെ കയ്യിൽ പണമില്ലയോ അവൻ പരാജയപ്പെട്ടവനാണ്. ആർക്കാണോ ആരോഗ്യമുള്ളതെങ്കിൽ അവർ വിജയിച്ചവരാണ്, ആര് രോഗികളാണോ അവർ പരാജയപ്പെട്ടവരാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടുള്ളത്. आज ताकतवर को हम कामयाब शख्स समझ रहे हैं और माजूर इंसान को हम नाकाम समझ रहे हैं. ये सोच जो हमारे अंदर जो पैदा हुई है, इसकी हकीकत क्या है? अगर हम गौर करेंगे अल्लाह हमको समझने की तौफीक अता करेगा. ഇന്ന് നാം ഒരാൾ ശക്തനാണ് എങ്കിൽ അയാളെക്കുറിച്ച് വിജയിച്ചവനാണെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഒരാൾ അംഗവൈകല്യമുള്ളവനാണെങ്കിൽ അയാൾ പരാജിതനാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യത്തിന്റെ യഥാർത്ഥ സംഭവത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. आज जिसके पास खाने को नेमत मुयस्सर है उसको हम कामयाब समझते हैं. जो भूखा बैठा हुआ है, जिसको खाने के सहूलियात फराहम नहीं है, आज उसको खसारे में हम समझ रहे हैं. जिसके पास रहने के लिए घर है उसको हम कामयाब, और जिसके पास साया नहीं है, घर खत्म हो गया है, उसको हम नाकाम, खसारे वाला समझ रहे हैं. जो हुनरमंद है उसको कामयाब समझ रहे हैं, और जिसके पास हुनर नहीं है आज उसको हम नाकाम समझ रहे हैं. ഏതൊരാൾക്ക് സുഭിക്ഷമായ ഭക്ഷണം ലഭ്യമാണോ അയാളെക്കുറിച്ച് നമ്മൾ വിജയിച്ചവനാണെന്ന് മനസ്സിലാക്കുന്നു. ഏതൊരാൾക്ക് ഭക്ഷിക്കാൻ വേണ്ട ഭക്ഷണം ലഭ്യമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടവനാണെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ പരാജിതനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊരാൾക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവുകളും വീടുകളുമുണ്ടോ അവരെക്കുറിച്ച് നമ്മൾ വിജയിച്ചവരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊരാൾക്ക് താമസിക്കാനുള്ള വീടില്ലയോ, തലചായ്ക്കാൻ ഒരു തണലില്ലയോ, ഏതൊരാളുടെ വീട് നഷ്ടപ്പെടുകയോ പൊളിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടോ അയാളെക്കുറിച്ച് നമ്മൾ പരാജിതനാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെയാണ് നാം മുന്നേറുന്നത്. जिसके पास सवारी है वो कामयाब, जिसके पास सवारी नहीं है वो नाकाम. बुजुर्गों, जरा हम गौर करना, क्या क्या आज हमारे जहनों में, हमारे अकीदे बिगाड़, हमारे अकीदों में बिगाड़ पैदा हो गई है. आज हम इल्म याफ्ता को हम कामयाब समझ रहे हैं, और जो जाहिल है हम उसको नाकाम समझ रहे हैं. ഏതൊരാൾക്ക് യാത്ര ചെയ്യാൻ മുന്തിയ വാഹനങ്ങളുണ്ടോ അയാൾ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്.
യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ സ്വന്തമായില്ലാത്ത ആളുകൾ പരാജിതരാണ്. ഉന്നതമായ അഭ്യസ്തവിദ്യരായ ആളുകളാണെങ്കിൽ അവർ വിജയിച്ചവരാണ്. വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാത്ത ആളാണെങ്കിൽ അയാൾ പരാജിതനാണ്. ഇങ്ങനെയാണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെ നിലയിലാണ് നമ്മുടെ വിശ്വാസങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. अल्लाह की नजर में कौन कामयाब है, कौन नाकाम है, अगर हम इसको समझेंगे इंशाअल्लाह अल्लाह ताला हम पर करम फरमाएगा. അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ, അള്ളാഹുവിന്റെ നോട്ടത്തില് ആരാണ് വിജയിച്ച ആള്, ആരാണ് പരാജയപ്പെട്ടവൻ എന്നുള്ള ഈ വസ്തുത നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. हम जो सोच रहे हैं ये अल्लाह बयान नहीं कर रहा है. अल्लाह के नजदीक जिसके पास सेहत है वो भी वही अंदाज रखता है, जो सेहत नहीं रखता, बीमार है, उसकी भी वही कैफियत है. जो दौलतमंद है उसके नजदीक वही मामला है, जो दौलत नहीं रखता उसका भी वही मामला है. जो घर रखता है उसकी भी वही कैफियत, जो घर से महरूम है उसकी भी वही कैफियत, जो ताकत रखता है उसकी भी वही कैफियत, जो माजूर है उसकी भी वही कैफियत. अल्लाह की नजर में फर्क क्या है? अगर हम गौर करें तो इंशाअल्लाह अल्लाह समझने की हमें तौफीक अता करेगा. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ച ആളുകൾക്ക് നിശ്ചയിച്ചതായ മാനദണ്ഡം, പരാജയപ്പെട്ടവർ ആരാണെന്ന് അല്ലാഹു തആല വിശദീകരിച്ച ആ വസ്തുത, ആ പരാജയത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയും വിജയത്തിന്റെ മാനദണ്ഡം ഒരാൾ നേടുകയും ചെയ്താൽ പിന്നെ അയാള് പണക്കാരനാകട്ടെ അതല്ല പാപ്പറായ ഒന്നുമില്ലാത്തവനാകട്ടെ, രണ്ടായാളും ശരി അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപോലെയാണ്. അയാൾ രോഗിയാകട്ടെ അതല്ല അയാൾ അയാൾ ആരോഗ്യമുള്ളവനാകട്ടെ, രണ്ടുപേരും അള്ളാഹിന്റെ അടുക്കൽ സമന്മാരാണ്. ഏതൊരാൾ ശക്തനാകട്ടെ അതല്ല ഏതൊരാൾ അംഗവൈകല്യമുള്ളവനാകട്ടെ, ഏതൊരാൾ വീടും ബംഗ്ലാവുമുള്ളവനാകട്ടെ, ഏതൊരാളുടെ വീട് നഷ്ടപ്പെട്ടു പോവുകയും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ടോ അവനാകട്ടെ, അല്ലാഹു തആല വിജയത്തിന് നിശ്ചയിച്ച ആ മാനദണ്ഡം പാലിക്കുന്നവനാണെങ്കിൽ അവനൊരിക്കലും പരാജയപ്പെട്ടവനല്ല. രണ്ടുപേരും അള്ളാഹിന്റെ അടുക്കൽ ഒരുപോലെയാണ് എന്ന് നാം മനസ്സിലാക്കണം. अल्लाह के नजदीक कामयाब कौन खसारे से मुबर्रा है, कौन खसारे में है, ये अल्लाह वजाहत के साथ अपने कलाम में बयान कर रहा है. वल अस्र इन्नल इंसान लफी खुस्र. ബഹുമാനികളെ, ആരാണ് വിജയിച്ച വിഭാഗം, ആരാണ് പരാജയപ്പെട്ടവര്, ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കി തരാൻ അല്ലാഹു തആല വളരെ വ്യക്തമായ ഭാഷയിൽ പരിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ വിവരണം നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. सारी की सारी इंसानियत खसारे में. कसम है जमाने की, अल्लाह ताला जमाने की कसम खाकर ये इरशाद फरमा रहा है जिसमें कोई शक और शुबा नहीं है. अल्लाह ताला वाज़ेह तौर पर बयान कर रहा है कि सारी की सारी इंसानियत खसारे में है. अब कौन खसारे से मुबर्रा है? अल्लाह ताला उनके औसाफ को अपने कलाम में आगे बयान फरमा रहा है. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അല്ലാഹു തആല കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. ഏത് കാലമാകട്ടെ ആ കാലത്തെ മുഴുവൻ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു. അല്ലാഹു തആല സംശയം വരാതിരിക്കാൻ തൗക്കീദിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിങ്ങൾ സംശയിച്ചു പോകരുത്, നിശ്ചയം മനുഷ്യ സമൂഹം ഒന്നടങ്കം നാശത്തിലാണ്, നഷ്ടത്തിലാണ്. മനുഷ്യർ നഷ്ടവാളികളാണ്. ഈ നഷ്ടത്തിൽ നിന്ന്, ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായ മനുഷ്യരാരാണ്? അവരുടെ വിശേഷണങ്ങൾ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് ചെയ്യുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ईमान और अमल सालेह. आगे जो खसारे से मुबर्रा है अल्लाह ताला उनके चार सिफात को बयान कर रहा है. एक ईमान और अमल सालेह. तीसरा और चौथा अल्लाह क्या बयान कर रहा है? तवासौ बिल हक़ व तवासौ बिस सब्र. वो हक की तरफ दावत देते हैं और वो सब्र की भी तलकीन करते हैं. ये चार सिफात जिसके अंदर भी पैदा हो, अल्लाह ताला क्या इरशाद फरमा रहा है? वो खसारे से मुबर्रा है. ആരാണ് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായ ആളുകൾ? പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്?
അതിന് അല്ലാഹു പറയുന്ന വിശേഷണം എന്താണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ആദ്യമായി അല്ലാഹു പറയുന്നത് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഒന്നാമത്തെ അവരുടെ അടയാളം അവർ വിശ്വാസികളാണ്. വിശ്വാസികളായ ആളുകൾ പരാജയപ്പെട്ടവരല്ല, അവർ വിജയിച്ചവരാണ്. രണ്ടാമത്തെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്. മൂന്നും നാലുമായി അല്ലാഹു പറയുന്നു അവര് ഹക്കിലേക്ക് ക്ഷണിക്കുന്നവർ, ഹക്കിലേക്ക് ഹക്ക് കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, അവര് ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരാണ്. ഈ 4 വിഭാഗം മാത്രമാണ് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. कामयाब कौन अल्लाह की नजरों में? जो ईमान वाला है। नाकाम कौन? जो बेईमान है। कामयाब कौन अल्लाह की नजर में? जो आमाल सालेह करने वाला है। कामयाब कौन? जो हक की तलखीन करने वाला है। कामयाब कौन? जो सब्र की तलखीन करने वाला है। अल्लाह क्या इरशाद फरमा रहा है? तुम ईमान अपने अंदर लाओ, अमल सालेह तुम पैदा करो, अमल सालेह के पाबंद बनो। जब तुम्हारे अंदर ईमान और अमल सालेह आ जाएगा, फिर खुद भी हक पर चलो और दूसरों को भी तलखीन करो, और खुद भी सब्र करो और दूसरों को भी तलखीन करो। जो ये करेगा अल्लाह के नजदीक वो खसारे से पाक और कामयाब लोगों की फहरिस्त में अल्लाह उसे शामिल कर रहा है। അള്ളാഹു എന്താണ് നമ്മോട് പറയുന്നത്? ആരാണോ ഈമാനുള്ളവര്, വിശ്വസിച്ചവര്, അവര് വിജയിച്ചവരാണ്. ആര് വിശ്വസിക്കാത്തവരാണോ, ഈമാനില്ലാത്തവരാണോ, അവർ പരാജയപ്പെട്ടവരാണ്. ആരാണോ സൽപ്രവർത്തികൾ ചെയ്യുന്നത് അവരാണ് വിജയിച്ചവര്. ഈമാനും സൽപ്രവർത്തിയും തന്റെ ഉള്ളിൽ ഏതൊരാൾ നിലനിർത്തുന്നു, അതോടൊപ്പം മറ്റുള്ളവരെ കൂടി സ്വയം ഹക്കിൽ നിലനിന്നുകൊണ്ട് ഹക്കിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക കൂടി, അതിന് വസിയ്യത്ത് ചെയ്യുക കൂടി ചെയ്യുന്നവരാരോ അവര് വിജയിച്ചവരാണ്. ഏതൊരാൾ സ്വയം ക്ഷമ സ്വീകരിച്ചുകൊണ്ട് സബറിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരെ സബറിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാരോ അവരാണ് വിജയിച്ചവര്. അല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എക്കോ ഒന്നും ഒഴിവാക്കി. बुजुर्गों और दोस्तों, अल्लाह तबारक व तआला और हमारे नजदीक हम जो सोच रहे हैं, अल्लाह ताला जो बयान कर रहा है, कितना फर्क है। अगर हम गौर व फिक्र करें हमको मालूम होगा अल्लाह कामयाबी पाने वाले लोगों की अलामात क्या बयान कर रहा है और हम किसको कामयाब समझ रहे हैं। अगर यह गलत फहमी को या अकीदे को अगर हम इस्लाह करेंगे, इंशाअल्लाह अल्लाह जरूर हमको कामयाबी पाने वाले लोगों की फहरिस्त में शामिल करेगा। ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇന്ന് വിജയിച്ചവരായി മനസ്സിലാക്കുന്നത് ആരെയാണ്? അല്ലാഹു തആല വിജയിച്ചവരെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? നമ്മൾ ഇന്ന് പരാജയപ്പെട്ടവരെന്ന് ധരിച്ചിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? അല്ലാഹു തആല പരാജയപ്പെട്ടവരെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഈ കാര്യം നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ അഖീദയിലുള്ള തകരാറ് നീക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. अब ये आयत पर हम गौर करें, यहाँ पर अल्लाह ताला 4 अलामात बयान कर रहा है। एक ईमान, दूसरा अमल, तीसरा हक को बयान करना और चौथा सब्र की तलखीन करना। ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് അമല സാലിഹ്, സൽപ്രവർത്തനങ്ങൾ, മൂന്നാമത്തേത് നാം ഹക്ക് കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരും കൽപ്പിക്കുന്നവരുമായി മാറുക, നാം സബ്റിലേക്ക് ക്ഷണിക്കുന്നവരും അതിന്റെ ദായികളുമായി മാറുക. यहाँ पर अल्लाह को क्या मतलूब है? यहाँ पर तरतीब मतलूब है, तरतीब अल्लाह को मतलूब है। आज हम सब्र की तलखीन करते हैं, हक बयान करते हैं, अमल सालेह भी है, लेकिन ईमान हमारे अंदर नहीं है, ये सब बेकार, हम खसारे में। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 വിശേഷണങ്ങള് വിജയിച്ച ആളുകൾ, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പറഞ്ഞപ്പോൾ അതിനൊരു ക്രമാടിസ്ഥാനത്തിലാണ് നമ്മൾ അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആ ക്രമത്തെ ശരിക്ക് പാലിച്ചെങ്കിൽ മാത്രമേ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പരാജയപ്പെട്ടവരിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നാം ഇന്ന് ആളുകൾക്ക് ക്ഷമയെ തൽഖീൻ ചെയ്യുന്നു, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഹക്കായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, ഹക്ക് കൊണ്ട് നമ്മൾ വസിയ്യത്തും ചെയ്യുന്നു. നമ്മൾ
നമ്മൾ സൽപ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒന്നാമതായി പ്രഥമഘടനമായി ആദ്യമായി അല്ലാഹു തആല പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞത് എന്താണ് എന്നോ അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ നാം തയ്യാറായില്ല എങ്കിൽ ശേഷമുള്ള 3 നാം ഏറ്റെടുത്താലും ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാവുക. बुजुर्गो, ईमान क्या है? अल्लाह ताला हमको बतला रहा है. ये ईमान अल्लाह को मतलूब है. जब बंदा ईमान पैदा कर लेता है, अमल सालेह भी उसके अंदर पैदा हो जाता है और वो हक की तरफ दावत भी देता है, सब्र की तलखीन भी करता है. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ആവശ്യപ്പെടുന്നത് ഈമാനാണ്. ഈ ഈമാൻ എന്ന് പറയുന്നത് എന്താണ്? അത് നാം മനസ്സിലാക്കുകയും അത് നാം ലഭ്യമാക്കുകയും ചെയ്താൽ, അത് നേടുകയും ചെയ്താൽ പിന്നെ സ്വയമായി നമ്മളിൽ സാലിഹായ അമലുകൾ സൽപ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരും. ഈ ഈമാൻ നേടിയെടുത്തതായ വ്യക്തി ഹക്ക് കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവനായി മാറും, സബ്ർ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവനുമായി മാറുന്നതാണ്. ये ईमान कब पैदा होगा हमारे अंदर? ये ईमान कलमे तौहीद ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह. ഈ ഈമാൻ എപ്പോഴാണ് നമ്മിൽ ഉണ്ടായിത്തീരുക? പരിശുദ്ധ കലിമ, തൗഹീദിന്റെ കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. इसके इकरार भी होना और तस्दीक भी होना. जब इकरार और तस्दीक जब दोनों होंगे तब कहीं हमारे अंदर ईमान दाखिल होगा, वरना ईमान से हमको कोई ताल्लुक नहीं. ഈ പരിശുദ്ധ കലിമയുടെ ഇഖ്റാർ അത് നാവുകൊണ്ട് പറയേണ്ട ക്രമത്തിൽ വ്യക്തമായി പറയുകയും അതോടൊപ്പം ഹൃദയം കൊണ്ട് അതിനെ വാസ്തവമാക്കുക എന്ന തസ്ദീഖും ബിൽ ഖൽബ്, ഈ 2 കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ അപ്പോൾ മാത്രമാണ് നാം ഈമാനുള്ളവരായി മാറുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുക. वरना हमारे अंदर ईमान दाखिल नहीं हो सकता. आज हम अपने आप को ईमान वाला तो कहते हैं, लेकिन क्या कैफियत है हमारी? आज हमको हक बयान करने नहीं आता, न हम हक पर अमल करते हैं और न सब्र हमारे अंदर है, न सब्र की हम दावत दे सकते हैं. आज जरी सी परेशानी आती है, हम परेशान हो रहे हैं. ईमान वाला कौन? जो हक बयान करता है, सब्र करता है और वो हक पर अमल करते हुए, अमल सालेह करते हुए अल्लाह के मंशा और मर्जी के मुताबिक अपनी जिंदगी को बसर करता है. ബഹുമാനികളെ, ആരാണ് ഈമാനുള്ളവൻ? നമ്മൾ ഇന്ന് ഈമാനുള്ളവരാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ നമ്മൾ ഇന്ന് സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി മാറിയിട്ടില്ല. അതിൽ നമ്മൾ പിന്നിലാണ്. നമ്മൾക്ക് ഹക്ക് പറയാൻ ധൈര്യമില്ല. ഹക്കായ കാര്യം ജനങ്ങളോട് ഉപദേശിക്കാനോ ഹക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറാനോ നമുക്ക് സാധ്യമാകുന്നില്ല. നമ്മൾ സ്വയം ക്ഷമയുള്ളവരായി മാറിയിട്ടില്ല. മറ്റുള്ളവരോട് ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനും നമുക്ക് സാധ്യമാകുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താണ്? ഈമാനൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിലും പല ഗുണങ്ങളും നമ്മൾ ഉണ്ടാക്കി തീർത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെടുകയാണ്, നമ്മൾ ബേജാറാവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വസ്തുതയെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതാണ്. आज हमारे अंदर वो ईमान नहीं है. आज हम कहते हैं मैं ईमान वाला हूँ. बुजुर्गों, अगर हम अपने अंदर ईमान नहीं रखते तो फिर अल्लाह की जात पर हम जो ऐलान कर रहे हैं, अल्लाह से जो मोहब्बत का जो ऐलान कर रहे हैं, तो फिर कैसे बलाओं के वक्त, परेशानी के वक्त कैसा हम परेशान हो रहे हैं. अगर हम परेशान हो रहे हैं तो हम ये बोलना अपनी जबान से मैं ईमान वाला नहीं, मैं बेईमान हूँ, तब कहीं अल्लाह हम पर फजल फरमाएगा. वरना हम अपने आप को ईमान वाला कहकर हम धोखे में, अल्लाह ताला हम सबों को धोखे से महफूज रखे. ബഹുമാനികളെ, നാം ഈമാനിന്റെ വക്താക്കളാണെങ്കിൽ, ഈമാൻ അവകാശപ്പെടുന്നെങ്കിൽ ഈമാനുള്ളവർ അള്ളാഹുവിനെ ഏറ്റവും ശക്തിയായി സ്നേഹിക്കുന്നവരായിരിക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്ന ആൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പരാതികൾ എങ്ങനെ ഉണ്ടാകാനാണ്? അള്ളാഹു ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് കേസും പരാതിയുമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഈമാനിന്റെ അവകാശികളാണെന്ന നമ്മുടെ അവകാശവാദത്തിൽ പൊള്ളയാണ്. നമ്മൾ വഞ്ചിതരാണ്. നമ്മൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പിന്നെ നേരത്തെ തന്നെ ഞാൻ ഈമാൻ ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കി ഈമാൻ സമ്പാദിക്കാൻ ശ്രമിക്കുക. എന്നാലെങ്കിലും നിങ്ങൾ വിജയിച്ചവരായി മാറുമായിരുന്നു. സ്വയത്തെ ഈമാനുള്ളവനാണെന്ന് പറയുകയും
ജീവിതത്തിൽ ചെറിയ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ബേജാറാവുകയും വെപ്രാളപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഈമാനുമായി നമുക്ക് ബന്ധമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ നമ്മളൊക്കെ തയ്യാറാകേണ്ടതാണ്. हम मोमिन नहीं है, हम मुसलमान हैं. हम मुसलमान हैं, वो भी कैसे मुसलमान? विरासत में अल्लाह हमको इस्लाम अता किया है. विरासत में अल्लाह हमें इस्लाम अता किया. विरासत में अल्लाह हमको ईमान अता नहीं किया. अगर ईमान अता नहीं किया तो वो ईमान अपने अंदर पैदा करने की हम कोशिश करें. अगर हम करेंगे अल्लाह हम पर फजल फरमाएगा. कब पैदा होगा ईमान? इकरार के साथ. तस्दीक भी हमारे अंदर पैदा होना चाहिए. ബഹുമാനികളെ, നാം ഈമാനുള്ളവരാണ്, മുഅ്മിനീങ്ങളാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഈമാനി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. മാതാപിതാക്കൾ മുസൽമാനായതിനാൽ നമ്മളും മുസൽമാനാണ്. പക്ഷേ അതുകൊണ്ടൊരാൾ മുഅ്മിനായി മാറുകയില്ല. ഈമാനിന്റെ വക്താവ് ഈമാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചവനാകണമെങ്കിൽ എപ്രകാരം ഇഖ്റാർ ചെയ്തോ അതുപോലെ ഹൃദയം കൊണ്ട് ഈ പരിശുദ്ധ കലിമയെ വാസ്തവമാക്കുക കൂടി ചെയ്തവൻ മാത്രമേ ഈമാനുള്ളവനായി മാറുകയുള്ളൂ. അതല്ലാത്ത സമയത്തോളം നാം മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ അത് പൊള്ളയാണ്. तस्दीक शर्त है ईमान के लिए. तस्दीक हमारे अंदर पैदा होना. आज इकरार अल्हम्दुलिल्लाह हम करते हैं, जिस तरह मोहम्मदुर रसूलुल्लाह ने किया हम भी उसी तरह करते हैं. लेकिन तस्दीक कितना फर्क है. जिस तरह सहाबा किए हम उस तरह भी तस्दीक नहीं करते. बुजुर्गों, हम कैसे तस्दीक करें? अल्लाह ताला हमको बतला रहा है. जिस तरह मोहम्मदुर रसूलुल्लाह ने किया, जिस तरह सहाबा ने किया, अल्लाह ताला को वो तस्दीक मतलूब है, वैसी तस्दीक मतलूब है. ये ईमान पैदा करो. हम ये कुरान भी आया है तो खुरान भी ईमान की तरफ हमें दावत दे रहा है. अहादीस भी है तो अहादीस भी हमको ईमान की तरफ दावत दे रहे हैं. खुद मोहम्मदुर रसूलुल्लाह हो या सहाबा हो, ये ईमान की दलील है. और औलिया अल्लाह को भी हम देखें तो उनको देखने से ईमान क्या है हमको पता चलता है. तो वो ईमान हम अपने अंदर पैदा करें. ബഹുമാനികളെ, ഈമാൻ നാം ആ കെലിമയെ നാവുകൊണ്ട് ഉരുവിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നാവുകൊണ്ട് കെലിമ ഉരുവിട്ടതുകൊണ്ട് ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. അയാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വിശ്വാസം പ്രവേശിക്കുകയില്ല. ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാന് വിശ്വാസം പ്രവേശിക്കണമെങ്കിൽ ഈ പരിശുദ്ധ കെലിമയിൽ പറഞ്ഞ ആശയമേതോ അത് ശരിക്കും മനസ്സിലാക്കുകയും അതിൽ ഒരു സംശയവുമില്ലാതെ പൂർണ്ണമായ ഉറപ്പ് തന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യലുകൊണ്ട് മാത്രമേ, അതിനാണ് തസ്ദീഖും ബിൽ ഖൽബി എന്ന് പറയുന്നത്, അതിലൂടെ മാത്രമേ ഒരാൾക്ക് ഈമാൻ ലഭ്യമാവുകയുള്ളൂ. ഈ പരിശുദ്ധ കലിമയിൽ പറഞ്ഞ ആശയത്തിന്റെ പൂർണ്ണമായ ഉറപ്പ് ഒരാളുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതിന്റെ പഠനങ്ങളാൽ പരിശുദ്ധ ഖുർആൻ നിറഞ്ഞിരിക്കുകയാണ്. ആ ഖുർആൻ നമുക്ക് നൽകുന്ന പഠനം അതിന്റെ പഠനങ്ങളാണ്. പരിശുദ്ധ ഹദീസുകൾ പരിശോധിച്ചാൽ ആ ഈമാനി എങ്ങനെയാണ് ഒരാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന വസ്തുത വിശദീകരിക്കുന്ന കാര്യം കൊണ്ട് നിറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആ ഉന്നതമായ ഈമാനികമായ അവസ്ഥക്ക് തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. മഹാന്മാരായ സഹാബത്തിന്റെ ഓരോരുത്തരുടെ ജീവിതം പരിശോധിച്ചാലും അവരുടെ ജീവിതത്തിലൊക്കെ ആ അള്ളാഹുവിന്റെ പരിശുദ്ധ കലിമയെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതിന്റെ ധാരാളം അടയാളങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവരൊക്കെ ജീവിതം നയിച്ചത് ഈ ഈമാനികമായ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹുവിന്റെ അഹ്ലുകാര് ഈ ലോകത്ത് നയിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. इक़रार क्या है? ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह. जानना क्या है इसमें? जानना क्या है? तस्दीक क्या है? आज इक़रार के बारे में तो सबको पता है, तस्दीक क्या है हमको नहीं मालूम. कैसे तस्दीक की जाती है नहीं मालूम. इस्लाम में दाखिल होने के लिए क्या पढ़ना शर्त है? ला इलाहा इल्लल्लाह. अगर कोई ये कहे ला माबूद इल्लल्लाह, अगर कोई ये कहे ला मक़सूद इल्लल्लाह, अगर कोई कहे ला मशहूद इल्लल्लाह, अगर कोई कहे ला रहमान इल्लल्लाह, अगर कोई कहे ला रहीम इल्लल्लाह, तो क्या वो मुसलमान होगा? अगर इस्लाम में दाखिल होना है तो उसको क्या पढ़ना जरूरी है? ला इलाहा इल्लल्लाह. जो ला इलाहा इल्लल्लाह पढ़ेगा वही इस्लाम में दाखिल होगा.
लेकिन जरा हम गौर करना, ला इलाहा इल्लल्लाह पढ़ने के बाद अगर वो रहमान का इनकार कर दिया तब भी वो मुसलमान नहीं होगा। अगर वो रहीम का इनकार कर दिया तब भी वो मुसलमान नहीं होगा। अगर कोई अल्लाह के मालिक होने का इनकार कर दिया तब भी वो मुसलमान नहीं होगा। लेकिन मुसलमान होने के लिए ला रहमान इल्लल्लाह नहीं बल्कि ला इलाहा इल्लल्लाह पढ़ना जरूरी है। हमको क्या बात समझ में आ रही है? ला इलाहा इल्लल्लाह जब कोई बंदा पढ़ रहा है तो ला इलाहा इल्लल्लाह के साथ ही साथ अल्लाह के तमाम सिफात पर उसको ईमान होना चाहिए। अगर ईमान उसके अंदर पैदा होगा तब कहीं वो मुसलमान होगा, वरना उसको इस्लाम से कोई ताल्लुक नहीं। ബഹുമാനികളെ, നമുക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ നിർവഹിക്കേണ്ട ഇഖ്റാർ, നാവുകൊണ്ട് മൊഴിഞ്ഞ് പറയേണ്ടതായ വസ്തുത എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാള് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നോ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നോ ലാ മശൂദ ഇല്ലല്ലാഹ് എന്നോ ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നോ ലാ റഹ്മാന ഇല്ലല്ലാഹ് എന്നോ ലാ റഹീമ ഇല്ലല്ലാഹ് എന്നോ ലാ മാലിക ഇല്ലല്ലാഹ് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവനായി മാറൂല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയണം. എപ്രകാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞു പറഞ്ഞോ, അതുപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറഞ്ഞവനായ ആള് മാത്രമേ ഇസ്ലാമിൽ പ്രവേശിച്ചവനായി മാറുകയുള്ളൂ. എന്നാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനെ മുസ്ലിം ആവുകയുള്ളൂ. ലാ റഹ്മാന ഇല്ലല്ലാഹ് എന്നോ ലാ റഹീമ ഇല്ലല്ലാഹ് എന്നോ ലാ മാലിക ഇല്ലല്ലാഹ് എന്നോ പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിം ആകൂല. എന്നാൽ ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച ആള് അതിനെ തസ്ദീഖ് ചെയ്യുന്ന സമയത്ത് അഥവാ അള്ളാഹുവിനെ റഹ്മാനായി അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ, അള്ളാഹുവിനെ റഹീമായി അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ, അള്ളാഹുവിനെ മാലിക്കായി അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ അയാൾ ഒരിക്കലും തന്നെ മുസ്ലിം ആവുകയില്ല, അയാൾ ഇസ്ലാമിൽ പ്രവേശിച്ചവനുമാവുകയില്ല. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൽപ്പിച്ചത് എന്താണ്? പക്ഷേ അത് പറയുന്ന വ്യക്തി ഹൃദയം കൊണ്ട് വാസ്തവമാക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഏതെല്ലാം സിഫാത്തുകളുണ്ടോ ആ എല്ലാ സിഫാത്തുകളെയും അംഗീകരിക്കുകയും അതിൽ ഒന്നിനെ പോലും നിഷേധിക്കാതെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. അല്ലാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. जिस तरह हम ला इलाहा इल्लल्लाह बोल रहे हैं उसी तरह अल्लाह के तमाम सिफात पर भी हमको ईमान होना चाहिए। अगर हमारे अंदर वो ईमान यकीन अगर हमारे अंदर नहीं आएगा हमको कोई ताल्लुक नहीं होगा। हम कोशिश करें, ये मेहनत करें, ईमान हमारे अंदर पैदा करें। अगर ईमान अगर हमारे अंदर पैदा हो जाएगा अल्लाह से मोहब्बत पैदा होगी, अल्लाह से खशियत हमारे अंदर पैदा होगी। अल्लाह का नाम सुनने के बाद हमारा दिल लरज उठेगा, आयात को तिलावत करने के बाद हमारे ईमान में इज़्दियाद होगा। आज क्या कैफियत है? आज अल्लाह का नाम सुनने के बाद भी हमको कोई कैफियत नजर नहीं आ रही है। आयात की तिलावत के बाद, आयात को देखने के बाद हमारे अंदर अल्लाह की याद नहीं आ रही है, न ईमान में इज़्दियाद हो रहा है, तो फिर ईमान कहाँ है हमारे अंदर? हम मुहासबा करें। ബഹുമാനികളെ, ഈമാൻ നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ ഇഖ്റാറ് നാവുകൊണ്ടുള്ള മൊഴിഞ്ഞു പറയൽ മാത്രം പോരാ. ഹൃദയം കൊണ്ട് ഏതൊരു കാര്യത്തെ വാസ്തവമാക്കണോ അത് വാസ്തവമാക്കുകയും അതിൽ അല്പം പോലും സംശയമില്ലാതെ ഒന്നിനെയും നിഷേധിക്കാതെ സർവ്വത്തിനെയും നിലനിർത്തിയ ആള് മാത്രമേ തസ്ദീഖിന്റെ അടിസ്ഥാനത്തിൽ അയാൾ മുസ്ലിം ആവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ എന്ന് നാം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ തസ്ദീഖ്, ഈ ഉറപ്പിക്കൽ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അത് ലഭ്യമാക്കാൻ വേണ്ടി, ഈ ഈമാന് നേടിയെടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു തസ്ദീഖോടുകൂടിയുള്ള ഈമാന് നമുക്ക് ലഭ്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സർവ്വത്തിലുമുപരി നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറും. നാം അള്ളാഹുവിന്റെ ഖശിയത്തിനാൽ നമ്മുടെ ഹൃദയം പിടപിടക്കുന്നവരായി മാറും. പക്ഷേ ഇന്ന് നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്തുമില്ല, അള്ളാഹുവിന്റെ ഖശിയത്തുമില്ല. ഇതൊക്കെ നമ്മിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുഹബ്ബത്തിലായി ജീവിക്കുന്ന ഒരു അടിമ, അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ മുമ്പിൽ അള്ളാഹ് എന്ന് പറയപ്പെട്ടാൽ അയാളുടെ ഹൃദയം പിടപിടക്കാൻ തുടങ്ങും. അയാളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെടുകയോ
അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഈമാന് വർദ്ധിക്കും. ഇന്ന് നാം അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അള്ളാഹ് എന്നുള്ള പേര് കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിന് യാതൊരു ചലനവുമില്ല. നമ്മുടെ മുമ്പിൽ ആയത്തുകൾ ഓതപ്പെടുന്നു, നമ്മൾ സ്വയം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നേരെ കാണുന്നു, പക്ഷേ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നില്ല, നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകുന്നില്ല. എന്തിന്റെ പേരിലാണ്? നാം ഈമാൻ ലഭ്യമാക്കുന്ന കാര്യത്തിൽ പരിശ്രമിച്ചിട്ടില്ല. ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നേടിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അല്ലാഹു തആല പറഞ്ഞ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിജയികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. कब हमको अल्लाह से मोहब्बत पैदा होगी, कब खशियत पैदा होगी? अल्लाह से मोहब्बत हमको पैदा होना है तो अल्लाह को जानना जरूरी है, अल्लाह को जानना जरूरी है, उसके आसार को जानना जरूरी है, उसके अफ़आल को जानना जरूरी है, उसके सिफात को जानना जरूरी है, उसके ज़ात को जानना जरूरी है. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടാകണമെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. അങ്ങനൊരു സ്നേഹം എപ്പോഴാണ് ഉണ്ടാവുക? അള്ളാഹുവിനെ നാം അറിയുന്നവരായി മാറിയാൽ. അള്ളാഹുവിനെ കുറിച്ച് എന്തറിയണം? നാം അള്ളാഹുവിന്റെ ആസാറുകളെ കുറിച്ച് അറിയുന്നവരായി മാറണം, അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച് അറിയുന്നവരായി മാറണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ അറിയുന്നവരായി മാറണം, അള്ളാഹുവിന്റെ ദാത്തിനെ അറിയുന്നവരായി മാറണം. कोई पढ़ लेने से, बोल लेने से, आमन्तु बिल्लाह का रट लगाने से, व मलाइकती व कुतुबी 100 मर्तबा जिक्र कर लेने से किसी के अंदर ईमान दाखिल नहीं होता. अगर होता ऐसा, अगर ऐसे ही ईमान दाखिल हो जाता, अल्लाह बोलना था, मुहम्मदुर रसूलुल्लाह बतलाना था, जो सहाबी का बेटा है वो भी ईमान वाला है, बुजुर्गों जो वली का बेटा है वो भी ईमान वाला है, ईमान वाले की औलाद ईमान वाला है. अल्लाह के मंशा, अल्लाह की मर्जी ये नहीं है अजीज दोस्तों. ईमान तुमको पैदा करना है तो मेहनत और कोशिश करे, अपने अंदर मेहनत और कोशिश करेंगे तो इंशाअल्लाह ईमान की आला नेमत व दौलत अल्लाह हमको अता करेगा. ബഹുമാനികളെ, എന്തിനാണ് ഈമാൻ എന്ന് പറയുക? ആ ഈമാൻ സമ്പാദിക്കാൻ നാം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയുമാണ് വേണ്ടത്. ഈമാൻ എന്തിനാണെന്ന് പറയുക എന്ന് നാം മനസ്സിലാക്കാതെ 1000 പ്രാവശ്യം ആമന്തു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നൊരാൾ പറഞ്ഞതുകൊണ്ടോ, വ മലായികതിഹി എന്ന് 100 വട്ടം പറഞ്ഞതുകൊണ്ടോ, വ കുതുബിഹി എന്ന് എണ്ണി പറഞ്ഞതുകൊണ്ടോ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല. മറിച്ച് ഈമാനിന് ഏതൊരു അധ്വാനവും ഏതൊരു പരിശ്രമവും ഏതൊരു അറിവുമാണോ ആവശ്യമെങ്കിൽ ആ അറിവാര് സമ്പാദിച്ചോ അവര് മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. അവരിൽ മാത്രമേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈമാനികമായ അടയാളങ്ങൾ കാണപ്പെടുകയുള്ളൂ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പരിചയപ്പെടുത്തി. ഇങ്ങനെയല്ല, ഇതൊന്നുമല്ല ആവശ്യമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് പറയാമായിരുന്നല്ലോ, ഏതൊരാൾ സഹാബിന്റെ മകനാണോ അയാളും മുഅ്മിനാണ്, ഏതൊരാൾ വലിയുടെ മകനാണോ അയാളും മുഅ്മിനാണ്, ഏതൊരാൾ മുഅ്മിനിന്റെ മകനാണോ അയാളും മുഅ്മിനാണ്. പാരമ്പര്യമായി ഈമാൻ ലഭ്യമാവുകയില്ല. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈമാൻ എന്തോ ആ കാര്യം അറിയുന്നതിൽ, പഠിക്കുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ അധ്വാനിക്കാനും പരിശ്രമിക്കാനും തയ്യാറാകണം. ആരാണോ ആ അറിവ് പഠിച്ച് മുന്നേറിയതെങ്കിൽ അവർ മാത്രമേ സത്യത്തിൽ മുഅ്മിനായി മാറുകയുള്ളൂ. അവരിൽ മാത്രമേ ഈമാനിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുകയുള്ളൂ. आज ये ईमान हमारे अंदर न होने की वजह से क्या कैफियत है? जब अल्लाह कुछ लेता है हम परेशान हो रहे हैं, जब हम कुछ अल्लाह ताला कुछ चीजों को रोकता है हमारे ऊपर हम परेशान हो रहे हैं. अल्लाह के नऊज़ बिल्लाह, अल्लाह के मामलात में अल्लाह के मुताल्लिक हम बदगुमानी रख रहे हैं. अल्लाह को क्या नहीं मिला था परेशान करने के लिए? क्या दूसरा उसको नहीं है? क्यों रोका है ये मामला? बुजुर्गों, जैसा अल्लाह देने वाला है वैसा ही अल्लाह रोकने वाला भी. ബഹുമാനികളെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈമാനികമായ ഗുണങ്ങളെ തൊട്ട് നമ്മൾ മുടക്കപ്പെട്ടവരാണ്. ബഹുമാനികളെ, അള്ളാഹുവിനെ കുറിച്ച് നാം അറിയാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടതൊക്കെ എപ്രകാരം നൽകുന്നവനാണോ അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ച വസ്തുക്കളെ തടയുന്നവനുമാണ് അള്ളാഹു തആല. അള്ളാഹു തആല നൽകുന്നവനുമാണ്, അള്ളാഹു തആല തടയുന്നവനുമാണ്.
അല്ലാഹു തആല നമുക്ക് നൽകുമ്പോൾ ആ നൽകുന്നതിൽ നമുക്ക് വലിയ ആവേശവും സന്തോഷവും ഒക്കെയാണ്. പക്ഷേ ഉടമസ്ഥനായ റബ്ബ് വല്ലതും തടയുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടുകയാണ്, നമ്മൾ പരാജയപ്പെടുകയാണ്, അരങ്ങത്ത് നമ്മൾ ആക്ഷേപിക്കുകയാണ്, നമ്മൾ പറയുകയാണ് അള്ളാഹ്ക്ക് എന്നെ തന്നെ കിട്ടിയതുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ, എനിക്ക് വേണ്ടി ഇത് മുടക്കേണ്ടിയിരുന്നോ, വേറെ ആർക്കും മുടക്കാമായിരുന്നില്ലേ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പരാതിയും ആക്ഷേപവും പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്രകാരം നൽകുന്നവനാണ് അതുപോലെ അള്ളാഹു തആല തടയുന്നവനുമാണ് എന്നുള്ള വസ്തുതയെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. वो कुछ दे तो हम खुश, नेमत मिलने पे हम खुश, जब वो नेमत को रोक रहा है हम नाखुश। बुजुर्गों, हम गम का इजहार कर रहे हैं, अल्लाह मुझे आजमा रहा है, अल्लाह की तरफ से है, अल्लाह की जानिब से है, ये बला आई है अल्लाह की जानिब से। बुजुर्गों, ईमान वाला कौन होता है? जो ईमान वाला है वो सब्र करता है। अल्लाह निशानी को बयान कर रहा है, हमारे अंदर कहाँ है सब्र, हमारे अंदर कहाँ है? हम परेशान होते हैं, कुछ मामला आ जाता है, हम परेशानी में अपने सारे वक्त को निकाल देते हैं और हम हर वक्त यही सोच फिक्र रहती है क्या हो रहा है, क्या हो रहा है, क्या होगा, परेशान परेशान ये हालत हो जाती है कि हम खुद को खत्म करने पर मजबूर भी हो जाते हैं। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അവന്റെ ദാനത്തിന് നമ്മൾ വളരെ സന്തോഷമുള്ളവരാണ്. പക്ഷേ എപ്രകാരം അല്ലാഹു തആല നൽകുന്നവനാണോ അതുപോലെ തന്നെ അല്ലാഹു തആല മുടക്കുന്നവനുമാണ്. ആ മുടക്കുന്നതിലുള്ള ഗുണമെന്താണെന്ന് അല്ലാഹുവിനാണ് അറിയുക. അവൻ അങ്ങനെ മുടക്കുന്ന സമയത്ത്, അവൻ തടുക്കുന്ന സമയത്ത്, നൽകുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത് നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല, നമ്മൾ പരാതിപ്പെടുകയാണ്, കേസ് പറയുകയാണ്, നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ ബലാഹിലാണ്, ഞാൻ മുസീബത്തിലാണ്, ഞാൻ പ്രശ്നങ്ങളിലാണ്, എനിക്ക് അല്ലാഹു തആല എന്റെ മേൽ പ്രശ്നങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പരാതിയും കേസുമാണ്. അല്ലാഹുവിനെ കുറിച്ച് സന്തോഷമല്ലാത്ത വാക്കുകൾ പറയുന്ന അവസ്ഥയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന സർവ്വ സുഖവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ ഒരേ ചിന്തയിൽ മാത്രമാണ്, എന്താണ് ഈ ആയിട്ടുള്ളത്, ഇനി എന്താണ് ആയിപ്പോവുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാകുന്നില്ല. എത്രത്തിൽ ജീവിതത്തിൽ ഇനി എന്ത് നേടാൻ കഴിയുമെന്ന് ഒരു പ്ലാനുമില്ലാതെ ഇയാൾ നിരാശനായി സ്വന്തം ജീവിതം വരെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് അറിഞ്ഞത്, എന്താണ് മനസ്സിലാക്കിയത്, ഈമാന് കണിക പോലുമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നാം ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. हम ईमान का दावा करते हैं, मैं मोमिन हूँ, खुद को हम ये कहते हैं। तो बुजुर्गों, अल्लाह के देने पर जिस तरह ईमान है, अल्लाह के रोकने पर भी उसी तरह हमको ईमान होना, अल्लाह के माने होने पर उसी तरह हमको ईमान होना। अगर ईमान होगा तब कहीं हम मोमिन, वरना ईमान से हमारा कोई लेना देना नहीं। ബഹുമാനികളെ, നാം ഈമാൻ അവകാശപ്പെടുന്നവരാണെങ്കിൽ എപ്രകാരം അള്ളാഹു നമുക്ക് വേണ്ടത് നൽകുന്ന മുഅ്തിയാണോ, നൽകുന്നവനാണോ എന്നതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തൊട്ട് തടയുന്ന മാനിഉമാണ് അള്ളാഹു തആല എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അള്ളാഹു അല്ലാതെ മറ്റൊരു നൽകുന്നവനില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു തടുക്കുന്നവനില്ല എന്നുള്ള ഈ വസ്തുത മനസ്സിലാക്കി എപ്രകാരം സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മൾ അവൻ നൽകുമ്പോൾ ഉറച്ചു നിന്നോ എന്നതുപോലെ അള്ളാഹു തടുക്കുന്ന സമയത്തും അതേ സന്തോഷം നിലനിർത്തി അള്ളാഹുവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ, അല്ലാത്തവരൊരിക്കലും മുഅ്മിനായി മാറുകയില്ല എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. അല്ലാഹ് नेमतें देते 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 जब रोक दिया, मोमिन का क्या मामला होता है, वो सब्र करता है, ये अल्लाह की जानिब से है। अल्लाह मेरे लिए जो बेहतर है वही फैसला करेगा, और जो बेईमान है वो परेशान हो जाएगा। അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് മുടക്കി നിർത്തുകയാണെങ്കിൽ, വിശ്വാസമുള്ള ആളാണെങ്കിൽ, നൽകിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വിശ്വസിച്ച് മുഅ്മിനായി ജീവിക്കുന്ന ആളാണെങ്കിൽ ഈ മുടക്കിയവനും അല്ലാഹു തന്നെയാണ്, എനിക്ക് ഈ സമയത്ത് വേണ്ടത് എന്താണെന്ന് എന്നെക്കാൾ കൂടുതൽ അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കി അവന്റെ ആ പ്രവർത്തനത്തിൽ ക്ഷമിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നേറുക എന്ന പ്രവർത്തനമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അതല്ലാതെ ക്ഷമ വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരിക്കലും മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടായിക്കൂടാ. യഹീ തോ ഈമാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് सल्लल्लाहु अलैहि वसल्लम अपने सहाबा के अंदर पैदा किए।
सहाबा इकराम रिज़वानुल्लाह ताला अलैहिम अजमईन से सरकार दो आलम सल्लल्लाहु अलैहि वसल्लम मुखातिब होकर इरशाद फरमा रहे हैं, कैफ़ अस्बहतुम, तुमने सुबह कैसा की। सहाबा क्या अर्ज कर रहे हैं, या रसूल अल्लाह हम आपके सहाबी हैं, या रसूल अल्लाह हम मुसलमान हैं, या रसूल अल्लाह आपके ऊपर से हम जान कुर्बान करने वाले हैं, या रसूल अल्लाह हम असहाब सुफा पर बैठने वाले हैं, आपकी माइयत में रहने वाले हैं, हम ये कमाल रखते हैं, ये कैफियत रखते हैं। नहीं, बल्कि ईमान की निशानियां सहाबा कराम रिज़वानुल्लाह ताला अलैहिम अजमईन बुजुर्गों क्या सहाबा बयान कर रहे हैं। हमने ईमान के साथ सुबह की, ഈമാൻ के साथ हमने सुबह की। ബഹുമാനികളെ, ഇതേ പഠനമാണ് ഈമാനികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. സഹാബത്തിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കൈഫ അസ്ബഹ്തും, നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് നേരം വെളുപ്പിച്ചത്? നേരം പുലർന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത് പറയുന്ന സമയത്ത് ആ സഹാബത്തിന്റെ അവസ്ഥ സഹാബത്ത് വിവരിക്കുന്നത് അടയാളങ്ങളും ലക്ഷണങ്ങളും ഒപ്പിച്ച് റസൂലുള്ളാഹിനോട് സഹാബത്ത് പറയുമ്പോൾ അവർക്ക് നേടാൻ സാധിച്ച ഉന്നതമായ അവസ്ഥകളോ മഹത്വങ്ങളോ അല്ല പറയുന്നത്. ഞങ്ങൾ സഹാബത്താണ്, ഞങ്ങൾ സുഫയിലിരുന്ന അസഹാബു സുഫയാണ്, ഞങ്ങൾ ഇന്നാലിന്ന ഗുണങ്ങളുള്ളവരാണ്, റസൂലുള്ളാഹിന്റെ മഅയ്യത്തിൽ കഴിയുന്നവരാണ്. ഇതൊന്നുമല്ല സഹാബത്ത് മറുപടി പറയുന്നത്. സഹാബത്ത് പറയുന്ന മറുപടി എന്താണെന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. ईमान के साथ हमने सुबह की। तो सरकार दो आलम सल्लल्लाहु अलैहि वसल्लम क्या इरशाद फरमा रहे, क्या है निशानियां, ईमान के क्या निशानियां है? सहाबा क्या अर्ज कर रहे हैं, नर्ज़ा बिक़ज़ाइल्लाह, अल्लाह के फैसले पर हम राजी है। ബഹുമാനികളെ, നിങ്ങൾ എങ്ങനെയാണ് നേരം വെളുപ്പിച്ചത്? നേരം വെളുത്ത സമയത്ത് നിങ്ങളെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാന്മാരായ സഹാബത്ത് പറയുന്ന മറുപടി എന്താണ്? അസ്ബഹന മുഅ്മിനീൻ, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ മുഅ്മിനീങ്ങളായിക്കൊണ്ടാണ് നേരം വെളുപ്പിച്ചത്. ഞങ്ങൾ മുഅ്മിനായി നേരം വെളുപ്പിച്ചവരാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി അവരോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നെങ്കിൽ ആ മുഅ്മിനീങ്ങൾക്കുള്ള അടയാളം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറയുന്നു, നർളാ ബിഖളാഇല്ലാ, അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നാണ് സഹാബത്ത് മറുപടി പറയുന്നത്. हम मुहासबा करके देखो, हम कितने अल्लाह के फैसलों पर राजी, हम कितने अल्लाह के फैसलों पर हम राजी हैं। आज हमको हर फैसले पर एतराज, आज हर फैसले पर एतराज, ये नहीं होना था, ये होना था, ये होना था, ये नहीं होना था। आज दौरे हाजिर का मुसलमान यही चक्कर में फंसा हुआ है, यही मसाइल में फंसा हुआ है। नर्ज़ा बिक़ज़ाइल्लाह उसके अंदर नहीं है। ईमान वाले की निशानी सहाबा किराम रिज़वानुल्लाह ताला अलैहिम अजमईन ये बयान कर रहे हैं। ബഹുമാനികളെ, നാം നമ്മെ ആത്മപരിശോധന നടത്താൻ തയ്യാറാകണം. നമ്മളെ ഉള്ളില് ഇതേ അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തരാണോ? സഹാബത്ത് പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ നേരം വെളുപ്പിച്ചത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തരായിക്കൊണ്ടാണ്. ഇന്ന് നാം അള്ളാഹുവിന് എത്ര തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടാണുള്ളത്? നമുക്ക് അള്ളാഹുവിന്റെ ഓരോ തീരുമാനത്തിലും പരാതിയാണുള്ളത്. ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്, ഇങ്ങനെ അല്ല വേണ്ടിയിരുന്നത്. ഇങ്ങനെ അള്ളാഹു ചെയ്യുന്ന ഓരോ വസ്തുതയിലും പരാതിപ്പെട്ടുകൊണ്ടാണ് നമ്മളുള്ളതെങ്കിൽ മഹാന്മാരായ സഹാബത്ത് ഈമാനിന്റെ അടയാളമാണ് പറയുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹു എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിൽ അവർ സംതൃപ്തരായിരിക്കുമെന്ന്. हम जरा गौर करना, अल्लाह के फैसले पर एतराज करने वाले कौन? हम कौन होते? हम कौन होते अल्लाह के फैसले पर एतराज करने वाले? अरे आज जमीन का हर जर्रा जर्रा भी हरकत करता है तो अल्लाह के इज़्न से करता है। हम ये जानते हैं, हमारे को ये इल्म है, लेकिन अफसोस की बात आज हम भी हरकत कर रहे हैं, हमारे हक में भी जो फैसला हो रहा है, लेकिन अफसोस शैतान के गलबा इतना हमारे ऊपर हो गया है कि हम अल्लाह के फैसले पर एतराज कर रहे हैं। हम किसकी मखलूक है? हम किसकी मखलूक है? वो हम उसकी मखलूक है, वो हमारा खालिक है, वो हमको हमसे ज्यादा बेहतर जानने वाला है। वो हमारे हक में अच्छा फैसला करेगा या बुरा फैसला करेगा? हम गौर करना, जो भी होगा खैर ही खैर है। ये ईमान किसके अंदर रहता है? ये बेईमान के अंदर नहीं रहता, ये ईमान वाले का ये मामला होता है। ബഹുമാനികളെ,
അള്ളാഹുവിന്റെ തീരുമാനത്തില് പരാതി പറയാൻ നമ്മൾ ആരാണ്? അള്ളാഹു തആല തീരുമാനിച്ച് തൃപ്തിപ്പെടാതിരിക്കാൻ തൃപ്തിയില്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാൻ നമ്മൾ ആരാണ്? നാം ആലോചിക്കാൻ തയ്യാറാകണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ സമ്മതം കൂടാതെ ഈ ലോകത്തൊരു അണുമണി പോലും ചലിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ സ്വയത്തിന്റെ ഉള്ളിൽ ചലനം നടക്കുന്നെങ്കിൽ ഇത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ തീരുമാനമില്ല എങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്ത് ചലിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ കാര്യം ബോധ്യപ്പെടുത്തിയവരാണ് നമ്മളൊക്കെ. എന്നിരിക്കെ നമുക്ക് വേണ്ടത് എന്താണ്, എപ്പോൾ ഏതാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പ്രാപ്തനാണോ അല്ലാഹു? അതല്ല നമുക്ക് ആവശ്യമായതൊന്നും അറിയാതെ നമ്മുടെ എതിരിൽ പ്രവർത്തിക്കുന്നവനാണോ അല്ലാഹു? അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടത് എന്താണെന്ന് അറിഞ്ഞുകൂടെ? അവന്റെ സമ്മതം കൂടാതെ ഒന്നും ചലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ ആ തീരുമാനമായിരിക്കുകയില്ലേ നമുക്ക് ഏറ്റവും ഫലപ്രദമായത്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. പക്ഷേ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് നാം അവകാശപ്പെടുകയും നമ്മുടെ കാര്യത്തിൽ അല്ലാഹു നടത്തുന്ന തീരുമാനങ്ങൾ അത് പറ്റൂല, അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നാം പരാതിപ്പെടുന്നുവെങ്കിൽ നാം നമ്മെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഗതി എന്താണ്, ഈ വസ്തുത നാം മനസ്സിലാക്കാൻ തയ്യാറാകാം. बुजुर्गों, शैतान हमको इतना धोखे में डाल के रखा है, हम कोई मखलूक के फैसले पर एतराज करते समझ में आता, लेकिन आज यह मरहले पर लाकर शैतान हमको खड़ा कर दिया है। आज हम खालिक के फैसले पर भी हम एतराज कर रहे हैं। कैसा फैसला है? मेरे लिए ये फैसला बेहतर नहीं है, ये फैसला होता तो बेहतर होता, ये फैसला होता तो बेहतर होता। अरे कौन है वो, कितना अपने बंदों को चाहता है? 70 माँ बाप से ज्यादा हमसे मोहब्बत रखने वाला हमारा रब। जब एक माँ की मोहब्बत का ये मामला, एक बाप की मोहब्बत का ये मामला अपनी औलाद से, ये सोचता है कि मेरी औलाद के लिए कौन सा बेहतर होगा, कौन सा बेहतर होगा। जब भी कदम उठाता है बेटा, बाप और माँ ये सोचते हैं कि मेरी औलाद के लिए कौन सा बेहतर होगा। जब इतना हमारे माँ बाप हमारे मुताल्लिक सोचते हैं, हमारा रब हमारे लिए कितना नहीं सोचता हो। बुजुर्गों, हमारे हक में कैसा फैसला नहीं करता होगा बेहतर। बुजुर्गों, ईमान वाला कौन? जो अल्लाह के हर फैसले पर राजी होता है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവൻ നമ്മെ പരിപാലിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അവൻ എത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ 70 ഉമ്മവാപ്പയേക്കാൾ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ട ഓരോ കാര്യവും അവൻ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുഭവമാണ്, നമ്മുടെ ദൃശ്യത്തിൽ നാം കാണുന്നതാണ്. നാം ഒരു ഉമ്മവാപ്പാന്റെ സ്നേഹമുള്ള നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ ഈ മകന് ഏറ്റവും ഗുണകരമായത് എന്താണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ടാണ് നാം തീരുമാനിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഏതായിരിക്കും ഗുണമാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വാപ്പ തന്റെ മകനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്, ഒരു ഉമ്മ തന്റെ മകന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നെങ്കിൽ ഈ ഉമ്മ വാപ്പയേക്കാൾ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ ഓരോ സമയത്തും ഒരുക്കി തന്ന് നമ്മെ പരിപാലിച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ റബ്ബ്, അവൻ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ നമുക്ക് ഏതാണ് വേണ്ടപ്പെട്ടതെന്ന്, നമുക്ക് ഗുണകരമായത് ഏതാണെന്ന് അറിയാതെയാണോ അവൻ തീരുമാനിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, നാം അഥവാ പരാതി പറയുകയാണെങ്കിൽ, ഒരു സൃഷ്ടി ചെയ്ത തീരുമാനത്തിൽ നമ്മൾ പരാതി പറയുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സൃഷ്ടികളുടെ കാര്യത്തിൽ പരാതിപ്പെട്ട് ഇന്ന് നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിലും പരാതി പറയുന്നവരായി മാറിയിരിക്കുകയാണ്. അള്ളാഹു തആല ചെയ്തത് ശരിയായില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നാം പറയുന്നെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയത് എന്താണ്, അള്ളാഹുയുടെ നമ്മുടെ വിശ്വാസം ഏത് നിലക്കാണ് എന്ന് നാം മനസ്സിലാക്കാൻ തയ്യാറാകാം. बुजुर्गों, अल्लाह के महबूब मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की सोहबत में बैठने वाले सहाबा दूसरी निशानी क्या बयान कर रहे हैं? जब अल्लाह बलाएं नाजिल करता है हम सब्र करते हैं, जब बलाएं नाजिल होती है उसकी जानिब से तो हम क्या करते हैं? सब्र करते हैं। तीसरी निशानी सहाबा बयान कर रहे हैं, जो भी अल्लाह देता है हम उसका शुक्र अदा करते हैं, जो भी अल्लाह नेमत अता करता है हम उसका शुक्र अदा करते हैं। सरकार दो आलम सल्लल्लाहु अलैहि वसल्लम क्या इरशाद फरमा रहे हैं? रब्बे काबा की कसम, तुम ही लोग हकीकी ईमान वाले।
ബഹുമാനികളെ, ഈമാനിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ സഹാബത്ത് പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പിന്നെ നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണ്? അവർ പറയുന്നു, ഞങ്ങൾ ബലാഹുകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുന്നവരാണ്, സബ്ർ ചെയ്യുന്നവരാണ്. മൂന്നാമത്തെ അടയാളം എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണ്, നന്ദി ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക്, അള്ളാഹു ചെയ്യുന്ന ഗുണങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ നേരം വെളുപ്പിച്ചുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്ന് സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുന്നത് എന്താണ്? റബ്ബെ കഅബയെ തന്നെയാണ് സത്യം, ഈ കഅബത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളാണ് യഥാർത്ഥ ഹഖീഖിയായ മുഅ്മിനീങ്ങൾ എന്ന സർട്ടിഫിക്കറ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകുന്നത്. बुजुर्गो, हम बलाएं आती है परेशान, बलाएं आती है हम परेशान हो रहे हैं, ये ईमान वाले की निशानी नहीं है। ये जब अल्लाह जरा सा आजमाता है परेशान हम हो जाते हैं, ये ईमान वाले की निशानी नहीं। मेरे वालिद, मेरे शेख क्या इरशाद फरमाते, अरे आजमाइश को क्या समझे, आजमाइश की हवा भी अगर आई, आज का मुसलमान ऐसा है, आजमाइश तो दूर की बात, आजमाइश की हवा भी अगर चले गई सामने से मुसलमान परेशान हो जाता है। ये ईमान है हमारा आज, ये ईमान का ये मरहले पे हम पहुंच गए आज। ये ईमान की इस्लाह करो। अल्लाह की नेमत जो अल्लाह दे रहा है उस वक्त राजी होना तो आसान बात है, लेकिन जब अल्लाह रोकता है उस वक्त अल्लाह के फैसले पर राजी होना ये बड़ी बात है। ബഹുമാനികളെ, നമ്മളിന്ന് അല്ലാഹു തആലാന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ തയ്യാറല്ല, നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടാണത്. എന്നാൽ സംഭവത്തിൽ നോക്കിയാലോ, അള്ളാഹുവിന്റെ പരീക്ഷണം എന്താണെന്ന് പോലും ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്റെ ഉപ്പ സാധാരണ പറയാറുണ്ടായിരുന്നു, നമ്മൾക്കിന്ന് പരീക്ഷണം ബലാ പോയിട്ട് ബലാഹിന്റെ ഒരു ചെറിയ കാറ്റ് പോലും നമ്മുടെ മുമ്പിലൂടെ അടിച്ചു വീശിയിട്ടില്ല. അഥവാ ബലാഹിന്റെ ഒരു കാറ്റ് പോലെ എങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളാരും തന്നെ നിലനിൽക്കുകയില്ല. ആ നിലക്കുള്ള ബലാഹുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലരുടെ മേലും ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നാം ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും അതിൽ പോലും ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകുമ്പോൾ സന്തോഷിക്കൽ വളരെ എളുപ്പമാണ്. പക്ഷേ അല്ലാഹു തആല അതിനെ മുടക്കി നിർത്തുമ്പോൾ അതിനാണ് ബലാ എന്ന് പറയുന്നത്. ആ സമയത്തും സന്തോഷം പ്രകടിപ്പിക്കാനും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തരായി നിലകൊള്ളാനും നമുക്ക് സാധ്യമാകണം. എങ്കിൽ മാത്രമേ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അല്ലാഹ് ദേ रहा है हम खुश है, अल्लाह जब दे रहा है उस वक्त भी हम खुश होना चाहिए, अल्लाह जब रोक रहा है उस वक्त भी हम खुश होना चाहिए। ये ईमान वाले की निशानी है। आप जरा गौर करिए, अल्लाह दिया, नेमत दिया तो नेमत हमारे साथ है। जब अल्लाह नेमत नहीं दिया, उस नेमत को रोक दिया, उस वक्त कौन है हमारे साथ? इधर नेमत है और जिसके लिए रोक दिया उसके लिए खालिक़े नेमत है, उसके लिए खालिक़े नेमत है। अल्लाह क्या इरशाद फरमा रहा, इन्नल्लाह मअस साबिरीन, सब्र करने वालों के साथ मैं हूँ। तो आप बतलाइए, नेमत होना या खालिक़े नेमत होना, किसकी माहियत होना? ईमान वाला नेमत पे भी राजी होता है और जब रोकता है उस वक्त भी वो खुश होता है, क्योंकि पहले नेमत मेरे साथ थी, अब खालिक़े नेमत मेरे साथ हो गया है, खालिक़े नेमत मेरे साथ हो गया है। देखो मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का अल्लाह ताला क्या इरशाद फरमा रहा है, वस्बिर लिहुक्मि रब्बिका फइन्नका बिअयुनिना। ऐ हबीब, आप सब्र करिए, अल्लाह के हुक्म का सब्र करिए आप। अल्लाह क्या इरशाद फरमा रहे, आप हमारी आंखों में हैं, आप हमारी आंखों में रहते हैं, आप हमारी आंखों में। अरे उधर सब्र करे तो अल्लाह की आंखों में, और इधर सब्र करे अल्लाह हमारे साथ है। फिर ईमान वाले के नजदीक इससे बड़ी खुशी की बात और क्या है? अल्लाह ताला हम सबों को समझने की तौफीक अता फरमाए। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ നമുക്ക് നിഅമത്തുകൾ ചെയ്താൽ, അനുഗ്രഹങ്ങൾ ചെയ്താൽ, അല്ലാഹു തആല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമ്മൾക്ക് നൽകിയാൽ അപ്പൊ നമ്മൾ വളരെ സന്തോഷവാന്മാരാണ്, നമ്മൾ വളരെ സംതൃപ്തരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരം നിഅമത്തുകൾ നൽകുന്നു, ആ നിഅമത്തുകൾ നൽകുന്നത് പോലെ തന്നെ നിഅമത്തിനെ അല്ലാഹു തആല തടുക്കുന്നവനുമാണ്, തടയുന്നവനുമാണ്.
ഈ തടയുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താവണം? നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അഥവാ നിഅമത്തുകൾ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളോടൊപ്പം എന്തേ ഉള്ളൂ? നിഅമത്തുകളേ ഉള്ളൂ. എന്നാൽ നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ തടഞ്ഞതായ സമയത്ത് ആ നിഅമത്ത് തടയപ്പെട്ടതിൽ നാം ക്ഷമിക്കുന്നവരായി മാറിയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പം നിശ്ചയമായും അല്ലാഹുവാണ്. നിഅമത്ത് ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്ന നമ്മൾ, ആ നിഅമത്ത് ലഭിക്കുമ്പോൾ നിഅമത്തെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൂ. നിഅമത്തിനെ മുടക്കിയപ്പോഴോ നിഅമത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ കിട്ടിയപ്പോൾ സന്തോഷിക്കുന്ന നമ്മൾ, അല്ലാഹുവിനെ കിട്ടുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനാണെന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കണം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ. നബിയെ, നമ്മളുടെ കൽപ്പനകളിൽ തങ്ങൾ ക്ഷമ കാണിക്കുക, ക്ഷമിക്കുക, സബർ ചെയ്യുക. നിശ്ചയമായും തങ്ങൾ നമ്മുടെ കണ്ണുകളിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ഭാഗത്ത് ക്ഷമിക്കുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ട്, ഈ നിഅമത്തുകളുടെ സൃഷ്ടാവ് സ്വയമുണ്ട് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് ക്ഷമിക്കുന്നവര് അല്ലാഹുവിന്റെ കണ്ണുകളിലാണ് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകളാണ് ക്ഷമിക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ ദാനത്തിന്റെ മേൽ സന്തോഷിക്കുകയാണോ വേണ്ടത്? അതല്ല അല്ലാഹു മുടക്കുമ്പോൾ അതിലാണോ ഒരു മുഅ്മിന് കൂടുതൽ സന്തോഷമുണ്ടാകേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. अल्लाह क्या इरशाद फरमा रहा है? फस्बिर लिहुक्म रब्बिका, आप अल्लाह के हुक्म के अपने रब के हुक्म के लिए सब्र करो, हुक्म पर सब्र करो. आपका मकाम कहाँ है? फइन्नका बिअयुनिना, आंखों में है, हमारी आंखों में. बुजुर्गों, ये अल्लाह वाले अपनी किताबों में लिखते हैं. अल्लाह हमको जिस सिलसिले से वाबस्ता किया है, हमारे पीरों का क्या मामला है, वो एक चिट्ठी में आयत को लिखते, अपने जेब में रखते. जब भी बलाएं, परेशानियां, मुसीबतें रहती, जब भी अल्लाह ताला बलाओं में डाला हुआ रहता, जब अल्लाह ताला कोई चीज से उनको रोकता, वो जेब से चिट्ठी निकालते और ये देखते, रखते, खुश होते और मुस्कुराते, अल्हम्दुलिल्लाह कहते. ये ईमान, ये कैफियत उनका. क्यों उनकी ये कैफियत है? अरे मेरी जगह कहाँ है? अल्लाह की नजरों में है. मेरी जगह कहाँ है? अल्लाह मेरे साथ है. जब वो साथ हो जाए, बंदा खुश होगा या नाराज होगा? खुश होगा या नाराज? तो आप बतलाइए, आपको हुकूमत में कोई ओहदा होना या बादशाह आपके साथ हो जाना, कौन सा पसंद करेंगे? अरे ओहदा मामूली चीज है. अगर बादशाह खुद हमारे साथ हो जाएगा, सारे ओहदे हमारे कदमों में, सारे ओहदे हमारे कदमों में. बंदे मोमिन का क्या मामला होगा? जब रब मेरे साथ हो जाएगा तो फिर क्या फिक्र, वो उस वक्त भी वो राजी रहता है. അല്ലാഹു തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ. നബിയെ, തങ്ങള് റബ്ബിന്റെ കൽപ്പനക്ക് സബ്ർ ചെയ്യുക, തങ്ങൾ നമ്മളുടെ കണ്ണുകളിലാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബന്ധപ്പെടുത്തിയതായ മശായിഖന്മാർ, അവരുടെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മശായിഖന്മാരിൽപ്പെട്ട പലരും അവരുടെ പോക്കറ്റിൽ ഈ പരിശുദ്ധ ആയത്ത്, ഈ വചനം എഴുതി വെക്കും. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ. എന്നിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ ഉദ്ദേശിക്കുന്നത് വല്ലതും മുടക്കുകയാണെങ്കിൽ അപ്പൊ ആ സമയത്ത് അതൊന്ന് എടുത്തു നോക്കും. വസ്ബിർ ലിഹുക്മി റബ്ബിക, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തങ്ങൾ സംതൃപ്തരാവുക. നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥലം അല്ലാഹുവിന്റെ നയനങ്ങളാണ്, അല്ലാഹുവിന്റെ കണ്ണുകളാണ്. നാം ക്ഷമിക്കുന്നവരായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം നമ്മളോടൊപ്പം. നാം ക്ഷമിക്കുന്നവരായി മാറിയാൽ അല്ലാഹു വല്ലതും മുടക്കുന്നു, നൽകേണ്ട സമയത്ത് കിട്ടിയില്ല, ലഭ്യമായില്ല, ആ സമയത്ത് നമ്മളതിൽ ക്ഷമിക്കുന്നവരായി അല്ലാഹുവിന്റെ തീരുമാനത്തിലെങ്കിൽ അല്ലാഹുവിന്റെ കണ്ണുകളിൽ വസിക്കുന്ന ഉന്നതമായ സ്ഥാനത്തിന് നമ്മൾ അവകാശികളായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അഥവാ നമ്മൾക്കാരെങ്കിലും ഒരു ഭരണാധികാരി ഏറ്റവും വലിയൊരു പദവി നൽകുകയാണെങ്കിൽ, ഒരാൾ നമ്മൾക്ക് പദവി നൽകാൻ തയ്യാറായി, അതല്ലെങ്കിൽ മറുഭാഗത്ത് സ്വയം രാജാവ് തന്നെ നമ്മളെ കൂടെയാകാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ പദവിയാണോ സ്വീകരിക്കുക, അതല്ല രാജാവിനെ കൂടെയാക്കാനാണോ തീരുമാനിക്കുക? അഥവാ രാജാവ് സ്വയം കൂടെയായാൽ ഇങ്ങനത്തെ ഒരു പദവിയല്ല, ഒരു റാങ്കല്ല, ഇങ്ങനത്തെ എത്രയോ പദവികൾ എനിക്ക് കിട്ടും, അങ്ങനത്തെ സ്ഥാനത്തിനോ മാനത്തിനോ വലിയ വലുപ്പമില്ല. രാജാവ് സ്വയം എന്റെ ഒപ്പമാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലുത്.
എന്ന് നാം മനസ്സിലാക്കുന്നെങ്കിൽ ഉടമസ്ഥനായ സൃഷ്ടാവായ അള്ളാഹു സ്വയം നമ്മോടൊപ്പമാവുകയാണെന്നും അവൻ സ്വയം നമ്മുടെ സ്ഥാനം അവന്റെ കണ്ണുകളിൽ നിലനിർത്തുകയാണെന്നും പറയുമ്പോൾ നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദാനത്തിനാണോ പ്രസക്തിയുള്ളത്, അതല്ല അവന്റെ മനയിനാണോ, അവൻ വിലക്കുന്നതിനാണോ ഉണ്ടാകേണ്ടത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. अल्लाह साथ है, अल्लाह अपने समाइयत का ऐलान कर रहा है। कब सब्र करेंगे? अगर सब्र करेंगे अल्लाह क्या इरशाद फरमाए, मैं तेरे साथ हो जाऊंगा। अल्लाह के साथ होने पे हमको खुशी होना चाहिए। अल्लाह मेरे साथ है, अल्लाह मेरे साथ है। देखो जब अल्लाह कोई चीज रोकता है उस वक्त कैसे अल्लाह से राजी होना, ये अंबिया हमको बतला रहे हैं, सहाबा हमको बतला रहे हैं, मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम हमको बतला रहे हैं, औलिया अल्लाह हमको बतला रहे हैं। क्या है अंबिया इकराम का मामला? हजरत यूसुफ अलैहिस्सलाम को जब बीमारी अल्लाह ने अता, अय्यूब अलैहिस्सलाम को जब अल्लाह बीमारी अता किया, कई साल बीमारी के आलम में गुजारे, जब अल्लाह शिफा दिया, लोगों ने पूछा, ऐ अय्यूब, ऐ अल्लाह के नबी, बीमारी अच्छी थी या सेहत अच्छी है? क्यों, कौन सी नेमत अल्लाह की अच्छी है? कौन सी चीज अच्छी है? किसमें आपको मजा आया है? आप क्या इरशाद फरमाते हैं, मैं किसी को अच्छा किसी को बुरा बोलने वाला नहीं, दो भी अल्लाह की नेमत है, दो भी अल्लाह की नेमत है। जब सेहत थी, जब बीमारी थी, उस वक्त मेरा मामला क्या था, अब सेहत है, अब मेरा मामला क्या है? अगर मेरी हद तक अगर पूछे, अय्यूब को सेहत से ज्यादा बीमारी में मजा आया, बीमारी में मजा आया, यानी अल्लाह सेहत को रोकने पर उनको ज्यादा मजा है, सेहत से महरूम करने पर उनको ज्यादा मजा है। क्यों मजा है? हजरत अय्यूब अलैहिस्सलाम क्या इरशाद फरमा रहे हैं, सुबह और शाम 2 बार अल्लाह मिजाज कुर्सी के लिए आता, पूछता है अय्यूब क्या हाल है, क्या हाल है, क्या हाल है? जरा गौर करना, अब जब से मुझे सेहत मिली है एक दफा भी अल्लाह मुझसे नहीं पूछा क्या हाल है। अय्यूब के नजदीक वो बेहतर है। बुजुर्गों, ये ईमान वालों का मामला अल्लाह ताला उसका कुछ जर्रात के ईमान के हमारे अंदर भी पैदा करे। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകുമ്പോൾ അതിൽ ശുക്ർ ചെയ്യുകയും അതുപോലെ തന്നെ അല്ലാഹു തആല നിഅമത്തിനെ മുടക്കുമ്പോൾ അതിനെ ഊരുന്ന സമയത്ത് സബ്ർ ചെയ്യുകയും ക്ഷമിക്കുകയും അല്ലാഹുവിന്റെ ആ തീരുമാനത്തിലും സംതൃപ്തരായി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ള പഠനമാണ് പരിശുദ്ധ ദീൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് ഒരാളുടെ ഈമാനുണ്ട് എന്നതിന്റെ അടയാളം, അതാണ് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള വിശ്വാസത്തോടുകൂടി, ഇതുപോലത്തെ സബറോടുകൂടിയുള്ള ജീവിതമാണ് മഹാന്മാരായ അമ്പിയാക്കൾ നയിച്ചു കാണിച്ചത്. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധ്യമാവുക. ബഹുമാനപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കഠിനമായ പരീക്ഷണമാണ് പരീക്ഷിച്ചത്. ചരിത്രം വിശദമാണ്, എല്ലാവർക്കും അറിയാം. എത്രമാത്രം രോഗിയായി ആ രോഗത്തിന്റെ അവസ്ഥ വിവരിക്കുക സാധ്യമല്ല. അത്രയും കഠിനമായ രോഗത്തിന് ബഹുമാനപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാം വിധേയരായി. പിന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ടവർക്ക് ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ സുഖം നൽകി എല്ലാ സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചു നൽകി. ഒരിക്കൽ ഒരു ഘട്ടത്തിൽ എല്ലാ നിഅമത്തുകളും സിഹത്തും ആരോഗ്യവും ഒക്കെ ഊരിയെടുത്തു അല്ലാഹു തആല, മനഅ് ചെയ്തു. മറുഭാഗത്ത് അതൊക്കെ നൽകുകയും ചെയ്തു. ഇത് രണ്ടും നൽകിയത് സന്ദർഭത്തിൽ ഒരിക്കൽ അവരോട് ആളുകൾ ചോദിച്ചു, അല്ല അയ്യൂബ് അലൈഹിസ്സലാം, മഹാനവർകളെ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ ഈ ആരോഗ്യ സമയമായിരുന്നോ അതല്ല രോഗസമയമാണോ? ഏതാണ് ഏറ്റവും നല്ലതായി തോന്നിയത്? ഈ രോഗാവസ്ഥയാണോ അതല്ല ആരോഗ്യാവസ്ഥയാണോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ഒന്നിലൊന്നിന് ഇത് മോശമായി ഇത് നല്ലതായി എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. രണ്ടും നല്ലതായി. രോഗവും നല്ലതായിരുന്നു, രോഗശമനമുള്ള ഈ ആരോഗ്യാവസ്ഥയും നല്ലതാണ്. രണ്ടിലും ഞാൻ സംതൃപ്തനാണ്, രണ്ടും നല്ലതാണ്. ഒന്നിനെ മോശമായി പറയാൻ, ഒന്നിനെ തള്ളി പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അഥവാ എന്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ തിരിച്ചു കിട്ടിയതിനേക്കാൾ എനിക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടായിരുന്നത് ആ രോഗാവസ്ഥയിലാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് മറുപടി പറഞ്ഞത്. നിഅമത്തുകളെ അല്ലാഹു തആല മുടക്കി മനഅ് ചെയ്ത ആ സമയത്താണ് എനിക്ക് ആരോഗ്യമുള്ള ഈ അവസ്ഥയേക്കാൾ കൂടുതൽ സന്തോഷവും അല്ലാഹുവിനോട്
തൃപ്തിയും തോന്നിയിരുന്നത് എന്ന് സന്തോഷം തോന്നിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. കാരണം എന്താണ്? ഞാൻ രോഗിയായിരുന്ന സമയത്ത് നിത്യവും 2 നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ സുഖം അന്വേഷിക്കുമായിരുന്നു. അതല്ല അയ്യൂബേ, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ആ സുഖാന്വേഷണം അതെനിക്ക് നൽകിയിരുന്ന ആനന്ദം. എന്നാൽ ഇന്ന് ഞാൻ ആരോഗ്യവാനായി മാറിയിരിക്കുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും അള്ളാഹു എന്നോട് സുഖാന്വേഷണം നടത്തിയിട്ടില്ല. ആ സന്തോഷം എനിക്ക് കൈവരുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് മറുപടി പറഞ്ഞത്. ഈ നിലക്കാണ് അമ്പിയാക്കളായ മഹാന്മാർ, സ്വഹാബത്ത് മഹാന്മാരൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെയും അള്ളാഹു ഒരു കാര്യത്തെ വിലങ്ങിയാൽ ആ വിലങ്ങിയുള്ള സന്തോഷം അവർ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കാം. उनके अंदर ये एहसास, ये यकीन, ये कैफियत है। जब अल्लाह नेमत देता है ये अल्लाह का करम है। जब रोकता है, जब मना करता है, जब कोई चीज से रोकता है नेमत से, उस वक्त क्या मिल रहा है? अल्लाह मिल रहा है, अल्लाह की माइयत है, अल्लाह मिल रहा है। देखो सहाबा का भी क्या मामला। हजरत अली रजी अल्लाह तआला अन्हु जब कुछ दिन हो जाते, बलाएं नहीं आती, मुसीबत परेशानी नहीं आती, परेशान हो जाते और ये कहते कि अली को अल्लाह भूल गया है। क्या भूल गया है? क्या भूल गया है? ये क्या कैफियत, ये क्या कैफियत? बुजुर्गों, ये कैफियत हमारे अंदर आना है। बलाएं, मुसीबत अल्लाह की जानिब से जब कोई जरी सी आजमाइश आती है, हमको अगर सब्र करना है, अल्लाह के फैसले पर अगर हमको राजी रहना है, उसके लिए चाहिए हमारे अंदर ईमान पैदा होना। ईमान अगर हमारे अंदर पैदा होगा, फैसले पर राजी होने वाले भी हम होंगे, सब्र करने वाले भी अल्लाह हम सबों को बनाएगा। जैसे हमारे शयूख में से, पीरों में से, अल्लाह वालों में से एक बहुत बड़े अल्लाह वाले मारूफ करखी रहमतुल्लाह अलैह क्या इरशाद फरमाते हैं? अगर कोई अल्लाह से मोहब्बत का ऐलान करता है और बलाओं के वक्त, मुसीबत के वक्त अगर वो सब्र नहीं करता, वो झूठा है, वो उसके अंदर ईमान नहीं है। अल्लाह ताला हम सबों को झूठों की फहरिस्त से हटाकर सच्चों की फहरिस्त में शामिल फरमाए, ईमान की आला नेमत व दौलत हमें अता फरमाए। ബഹുമാനികളെ, അല്ലാഹു തആല നിഅമത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് ബലാഹുകളും മനാഹുകൾ വരുമ്പോൾ, അള്ളാഹു എന്തെങ്കിലും തടയുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും മുന്നേറുന്ന അവസ്ഥയാണ് അവിടെയും നമ്മിൽ ഉണ്ടാകേണ്ടത്. അങ്ങനത്തെ ഒരു ജീവിതമാണ് മഹാന്മാരായ സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ടവർക്ക് അഥവാ പല ദിവസമായി ബലാവും മുസീബത്തൊന്നും ജീവിതത്തിൽ വന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ടവർ കരയാനും സങ്കടപ്പെടാനും തുടങ്ങും. കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അതല്ല അല്ലാഹു തആല ഈ അലിയെ മറന്നുപോയോ, അള്ളാഹു അലീനെ മറന്നുപോയോ എന്നവർ സങ്കടം പറയുമായിരുന്നു എന്ന് മഹാനവറുകളുടെ ചരിത്രങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ബഹുമാനികളെ, ഈ നിലക്കുള്ളൊരു ജീവിതമാണ് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ബലാഹുകളും മുസീബത്തും വരുമ്പോൾ പരാതിപ്പെടുകയോ വെപ്രാളപ്പെടുകയോ അസ്വസ്ഥത കാണിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനത്തെ മനസ്സിലാക്കി നാം സംതൃപ്തനാവുകയാണ് വേണ്ടത്. ആരുടെ തീരുമാനത്താലാണ് ഇത് നടക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാരുടെ നേതാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഏതൊരാള് അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെന്ന് അവകാശപ്പെടുകയും അതോടൊപ്പം അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ അവനക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അയാളുടെ വാദത്തിൽ അയാൾ കള്ളനാണ്, പൊള്ളയാണ് പറയുന്നത്. അയാൾ അള്ളാഹുവിന്റെ അടിമത്വം സ്വീകരിച്ചവനല്ല, അയാളുടെ വിശ്വാസം ശരിയായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനികളെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ തൃപ്തിപ്പെട്ടവരായി മാറുക, അള്ളാഹു ഇറക്കുന്ന ബലാകളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കുന്നവരായി മാറുക. അത് ലഭ്യമാകണമെങ്കിൽ അതിന് ഏറ്റവും ഒന്നാമതായി വേണ്ടത് നാം ഈമാനുള്ളവരായി മാറുകയാണ് വേണ്ടത്. ഈമാനുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടാനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരായി മാറാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. इंशाअल्लाह बहुत जल्द फिर से मुलाकात होगी। अल्लाह हम सबों को एक साथ बैठने की तौफीक अता करेगा। अब हमारी ये महफिल का उन्वान दुरूद शरीफ का उन्वान है, मगर कुछ और उन्वान मेरे अंदर आया तो बयान कर दिया। अल्लाह ताला हम सबों को राहत हो या तकलीफ हो, दर्द हो या सुकून हो, हर वक्त रसूलुल्लाह पर दुरूद भेजते रहने वाला उम्मती अल्लाह हम सबों को बनाए, गुलाम बनाए, हमारे दिलों में मोहब्बत रसूल को अल्लाह पैदा करे।
സമയം കൂടുതലായിട്ടുണ്ട്. തൽക്കാലം നിർത്തുകയാണ്. അടുത്ത് തന്നെ മറ്റൊരു സന്ദർഭത്തിൽ നേരെ കേൾക്കാനും ഒരുമിച്ച് കൂടാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സമ്മേളനത്തിന്റെ വിഷയം സലാത്ത് വാർഷികമായിരുന്നു. എന്നാൽ സംസാരം മറ്റൊരു വിഷയത്തിലാണ് വന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റാഹത്തിലായാലും ദുഃഖത്തിലായാലും വേദനയിലായാലും സന്തോഷത്തിലായാലും എല്ലാ സമയത്തും അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടുത്തെ യഥാർത്ഥ ദാസന്മാരാണ്, ഗുലാമീങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. अल्लाह से दुआ है जो भी हम सुन रहे हैं कह रहे हैं उसको सुनने से कहीं ज्यादा अमल की तौफीक अता फरमा। ऐ अल्लाह हमारे क़ुलूब में तेरी मोहब्बत अता फरमा, तेरे हबीब की मोहब्बत अता फरमा, तेरे महबूबीन की मोहब्बत अता फरमा। ऐ अल्लाह हमारे क़ुलूब से दुनिया की मोहब्बत को हटा दे, तेरे दीन का इल्म हासिल करने का हमें आला ज़ौक़ और शौक़ अता फरमा। ऐ अल्लाह ये महफिल की बरकत से ऐ अल्लाह तेरे हबीब की मोहब्बत हमें अता फरमा। ऐ अल्लाह तेरे हबीब के नाम पर मर मिटने वाला हम सबों को बना दे। ऐ अल्लाह तेरे हबीब के नाम लेवा जब हम है तो तेरे हबीब का गुन गाने की जिंदगी भर में तौफीक अता फरमा। ऐ अल्लाह हमारी गफलतों को दूर फरमा, सबों को तेरे जाकिरीन बंदों के फहरिस्त में शामिल फरमा। ऐ अल्लाह तेरे फैसले पर हमें राजी रहने की तौफीक अता फरमा। ऐ अल्लाह ईमान की आला नेमत व दौलत हमें अता फरमा, मवानियात ईमान से हमारी हिफाजत फरमा। ऐ अल्लाह ईमान के कमालात को हमारे अंदर पैदा फरमा। ऐ अल्लाह अच्छाइयों को हमारे अंदर पैदा फरमा, खराबियों को हमारे अंदर से दूर फरमा। ऐ अल्लाह यहाँ पे जितने भी हाजिर है ऐ अल्लाह जो बीमार है सबों को शिफा अता फरमा। इनके मुतवस्सिलीन जो बीमार है अल्लाह उन्हें भी शिफा अता फरमा। जो परेशान है उनके परेशानियों को दूर फरमा। जो कर्जों में मुब्तला है उन्हें कर्जों से नजात दे। जो बेरोजगार है उन्हें रोजगार अता फरमा। जो बे औलाद है उन्हें औलाद अता फरमा। ऐ अल्लाह जो औलाद रखते हैं ऐ अल्लाह उनकी औलाद को नेक सालिह व सालिहात से बना। ऐ अल्लाह हमारे बीवी बच्चों को हमारी आंखों की ठंडक बना। ऐ अल्लाह सुबहों को ईमान वाला बना, ईमान की आला नेमत व दौलत अता फरमा। ऐ अल्लाह जिनके माँ बाप इस दुनिया से चले गए हैं अल्लाह उनकी कामिल मग़फ़िरत फरमा। जो अहले सिलसिला इस दुनिया से रुखसत कर गए हैं अल्लाह सुबहों की तू कामिल मग़फ़िरत फरमा। उनकी खबरों को नूर से मुनव्वर फरमा, उनके दर्जात को बुलंद फरमा, जन्नत में आला से आला मुक़ाम अता फरमा। ऐ अल्लाह हमारे पीरों की खबरों को नूर से मुनव्वर फरमा। ऐ अल्लाह उनके दर्जात को बुलंद फरमा, उनके फैज़ान इल्मी व रूहानी से इस महफिल के हर एक शरीक को मालामाल फरमा, तमाम अहले सिलसिला को मालामाल फरमा। ऐ अल्लाह उनके बतलाए हुए रास्ते पर हमें चलने की तौफीक अता फरमा, उनकी खुशनुदी की खातिर जिंदगी गुजारने की तौफीक अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा, हम सबों की तू कामिल मग़फ़िरत फरमा, हम सबों की तू कामिल मग़फ़िरत फरमा। हमारे जिस्मी क़ल्बी रूही सिर्री तमाम गुनाहों को नेकियों में तब्दील फरमा। ऐ अल्लाह हमारे तमाम गुनाहों को नेकियों में तब्दील फरमा। वअफ़ु अन्ना वग़फ़िर लना वरहमना, वअफ़ु अन्ना वग़फ़िर लना वरहमना, वअफ़ु अन्ना वग़फ़िर लना वरहमना, अंत मौलाना फंसुरना अलल क़ौमिल काफ़िरीन बिजाहि सय्यिदिना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि।